വളരെ സ്വാദിഷ്ടമായ പുളിയിഞ്ചി അല്ല ഇഞ്ചി കൊണ്ടിട്ടുള്ള അച്ചാർ പ്രിസർവേറ്റീവ്സ് ഒന്നും കൂടാതെ 6 മാസം തൊട്ട് 1 വർഷം വരെ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാവുന്ന ഈ അച്ചാർ സദ്യകൾക്കൊക്കെ നമ്മൾ വിളമ്പാവുന്നതാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി ഇഞ്ചി തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി വെള്ളം നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം പൊടിയായി അരിഞ്ഞെടുക്കുക. വെള്ളമയം കഴിയുന്നതും നന്നായിട്ട് മാറ്റിയിട്ട് വേണം അരിയാനായിട്ട്. അതിനുവേണ്ടി നമ്മൾ കഴുകിയതിന് ശേഷം നന്നായിട്ട് ഒരു തുണി കൊണ്ട് തുടച്ച് ഒരു 1 മണിക്കൂറോളം വെച്ചതിന് ശേഷം അരിഞ്ഞെടുത്താൽ മതി. നമ്മൾ പൊടിയായി അരിയുന്നതാണ് നമ്മൾ ഇത് വറുത്തെടുക്കാനായിട്ട് എളുപ്പം. അല്ലാതെ ഗ്രേറ്റർ വെച്ച് ഉരച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പം അതങ്ങ് കുഴഞ്ഞു പോവും. മുത്ത് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഈ നന്നായിട്ട് പൊടിയായി അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്കത് കുറഞ്ഞ എണ്ണയിൽ വറുത്തെടുക്കാനും പറ്റും. ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും മെയിനായിട്ട് ഒരു പണിയെന്ന് പറയുന്നത് ഇതുപോലെ പൊടിയായി അരിഞ്ഞെടുക്കുന്നതാണ്. ഇതുപോലെ നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്ത ഇഞ്ചി നമുക്ക് കപ്പ് വെച്ച് മെഷർ ചെയ്ത് പറയാം. ഏകദേശം ഒരു 450 ഗ്രാമോളം ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട്. നമ്മൾ കപ്പിലും അളന്നെടുക്കുകയാണെങ്കിൽ 3 കപ്പോളം വരുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ചൂടാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതുപോലെ 3 കപ്പ് നന്നായിട്ട് വന്നിട്ടുണ്ട്. 250 ml മെഷറിംഗ് കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കുന്നതാണ് ഒരുപോലെ വറന്ന് കിട്ടാനായിട്ട് എളുപ്പം. വലിയ തീയിൽ വെച്ച് വറുക്കരുത്. അത് ചില ഭാഗം മൂത്ത് കിട്ടും, ചിലത് മൂത്ത് കിട്ടത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വറുത്തെടുക്കുക. ഇതിന് വേണ്ടി ഒരു ചെറിയ ഓറഞ്ച് വലിപ്പത്തിലുള്ള പുളിയും പച്ചമുളകും കരിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇഞ്ചി മൂത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ആ ഒച്ച നല്ലോണം കേൾക്കുകയും ചെയ്യാം. അത് എണ്ണയിൽ നിന്നും ഇതുപോലെ കോരി മാറ്റി എടുക്കണം. ഇതിന് ഏറ്റവും എളുപ്പം ഒരു അരിപ്പ ഉപയോഗിച്ച് ഇഞ്ചി അതിലേക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് ആ എണ്ണ മുഴുവനായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ആ എണ്ണയുടെ കൂട്ടത്തിൽ ഒരു 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒന്നും കൂടെ ചേർത്തിട്ട് നമുക്ക് താളിപ്പ് ചേർക്കാം. താളിപ്പ് ചേർക്കുന്നത് ആദ്യം കടുകും ചുവന്ന മുളകുമാണ് എടുത്തിരിക്കുന്നത്. കടുക് നല്ലോണം പൊട്ടി കിട്ടണം. കടുകെല്ലാം നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്താൽ മതി. അച്ചാർ ഈട് നിൽക്കാനാണ് കടുകെല്ലാം നന്നായിട്ട് പൊട്ടണമെന്ന് പറയുന്നത്. അതുപോലെ പച്ചമുളക് ചേർക്കുന്നതും അരിയുന്നതും നമ്മൾ വെള്ളമയമില്ലാതെ തുടച്ചരിഞ്ഞതുപോലെ വേണം. പച്ചമുളകിൽ വെള്ളം നല്ലോണം കളഞ്ഞിട്ട് വേണം അരിയാനായിട്ട്. ഇതൊരു 15 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 15 എടുത്തു. എരിവ് കുറവാണെങ്കിൽ കൂടുതലെടുത്തുക. അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ഇത് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യും. അതുപോലെ കരിവേപ്പിലയിലും കഴിയുന്നതും വെള്ളമയം ഇല്ലാതെ തുടച്ച് വേണം ആഡ് ചെയ്യാനായിട്ട്. രണ്ടും ചേർത്തതിന് ശേഷം അതിൽ ആ ഒച്ച അടങ്ങുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. അങ്ങനെ ആ ഒച്ച അടങ്ങുക എന്ന് പറയുമ്പോൾ ഏകദേശം അതിലുള്ള വെള്ളമയമൊക്കെ നന്നായിട്ട് വറ്റി കിട്ടുകയും ചെയ്യും. ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ കായപ്പൊടിയും മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അതൊക്കെ അവരവരുടെ എരിവിനനുസരിച്ച് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയുമാണ് ചേർത്തിരിക്കുന്നത്. 3ഉം ചേർത്ത് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് മൂപ്പിച്ച് കിട്ടിയതിന് ശേഷം അതിലേക്ക് പുളിവെള്ളം ചേർക്കാം. നമ്മൾ ഉമിഴ്ത്തി വെച്ചിരിക്കുന്ന പുളി 3 കപ്പ് വെള്ളത്തിലാണ് അതിലെ ജ്യൂസ് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. ഈ പുളിവെള്ളം അരിപ്പയിൽ അരിച്ചെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അതിലുള്ള കല്ലും ബാക്കിയുള്ള കൊട്ടയൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടാനാണ്
അച്ചാർ ഈട് നിൽക്കാനായിട്ടാണ് ഇത് അരിച്ചെടുത്തിരിക്കുന്നത്. ഏകദേശം കറക്റ്റ് 3 കപ്പ് പുളിവെള്ളം ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുമ്പം വറുത്ത് തണുപ്പിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി തരിതരിപ്പായിട്ട് ഇതുപോലെ മിക്സിയിൽ പൊടിച്ച് അതും കൂടെ ചേർക്കുക. ഇഞ്ചി ചേർത്തതിന് ശേഷം ആ മിക്സി വെള്ളം ഉപയോഗിച്ച് കഴുകരുത്. ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ ആ പുളിവെള്ളം തന്നെ വെച്ച് മിക്സി കഴുകി ഒഴിക്കുക. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ശർക്കരയും കൂടെ ചേർത്ത് നമുക്ക് കുറുക്കിയെടുക്കാം. ശർക്കര ഇപ്പം ഒരു 1/4 കപ്പോളം ശർക്കര ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ എരിവും പുളിയും ഈ മധുരവും കൂടെ ബാലൻസ് ചെയ്ത് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ എടുത്തിരിക്കുന്ന അളവിൽ എരിവ് കൂടത്തില്ല, പക്ഷേ മധുരം നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതൊക്കെ അവരവരുടെ സ്വാദിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിന് മീഡിയം തീയിൽ വെച്ച് വേണം വറ്റിച്ചെടുക്കാനായിട്ട്, എങ്കിലേ അതിൻ്റെ കറക്റ്റ് പരുവമായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ വലിയ തീയിൽ വെച്ച് കുറുക്കുകയാണെങ്കിൽ അതിൻ്റെ പരുവം അങ്ങനെ കറക്റ്റായിട്ട് പതിയെ അത് വെന്ത് കിട്ടുമ്പോഴാണ് അതിൻ്റെ ഈട് നിൽക്കുന്നതിൻ്റെ സമയം നമുക്ക് കൂട്ടിക്കിട്ടാൻ പറ്റുന്നത്. വെള്ളമയം കറക്റ്റായിട്ട് അതിൽ നിന്നും പോയി കിട്ടുന്നത്, എല്ലാം നല്ലോണം വെന്ത് കിട്ടുന്നത്. അങ്ങനെ എല്ലാ കാര്യവും നോക്കിയിട്ട് വേണം ഒരച്ചാർ തയ്യാറാക്കാനായിട്ട്. ഇപ്പം ഒന്ന് കുറുകി വരുന്നുണ്ട്. ഇതുപോലെ തന്നെ മീഡിയം തീയിലും വേണമെങ്കിൽ ചെറിയ തീയിലിട്ട് വയ്ക്കുന്നത് വളരെ നല്ലത്, പക്ഷേ അത് കുറച്ചും കൂടെ സമയം പിടിക്കും. അച്ചാർ ഈട് നിൽക്കുകയാണെങ്കിൽ അത് കറക്റ്റ് രീതിയിൽ തന്നെ നമ്മൾ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും നമുക്കത് സൂക്ഷിച്ച് വെക്കാനും പറ്റും. ഇതിപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ നന്നായിട്ട് വറുത്തിട്ട് അത് പൊടിച്ചെടുത്തതാണ്. ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്തേക്കുക. ഉലുവ ചേർത്തിട്ട് തിളപ്പിക്കേണ്ട. അതിൻ്റെ മണവും നന്നായിട്ട് കാണും. അതിൻ്റെ കയ്പ്പ് വലുതായിട്ട് കൂടത്തില്ല. നമ്മൾ തിളപ്പിക്കുകയാണെങ്കിൽ ചിലപ്പം കയ്പ്പ് രസം ഒന്ന് കൂടി വരും. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ അതൊന്ന് കുറുകി കിട്ടും. ഇത് നമുക്ക് ചെറിയ കുപ്പികളിലാക്കി സൂക്ഷിച്ച് ഇപ്പം എടുക്കുന്നത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഇതൊരു 6 മാസം വരെ സുഖമായിട്ട് കറക്റ്റായിട്ട് നമ്മൾ സ്പൂണൊക്കെ വെച്ച് എടുക്കുകയാണെങ്കിൽ ഈട് നിൽക്കും. ബാക്കിയുള്ളത് ചെറിയ 2-3 ബോട്ടിലിലാക്കി ഫ്രീസറിൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. ആവശ്യാനുസരണം അത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഒരു വർഷത്തോളം അങ്ങനെ നമുക്ക് ഈ ഇഞ്ചിക്കറി സുഖമായിട്ട് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാനും പറ്റും. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയത് കൊണ്ട് ഇഞ്ചിക്കറി ഫ്രിഡ്ജിലിരിക്കുമ്പോൾ ഒന്ന് കട്ടിയായിട്ടായിരിക്കും ഇരിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നതിന് ഒരു 10-15 മിനിറ്റ് പുറത്ത് എടുത്ത് വെച്ചെങ്കിൽ കറക്റ്റ് അതിൻ്റെ പരുവം നമുക്ക് കിട്ടത്തുള്ളൂ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.